അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ classification on the basis of attributes ആണ് പറഞ്ഞത്. അതിൽ സിമ്പിൾ ക്ലാസിഫിക്കേഷനും മെനിഫോൾഡ് ക്ലാസിഫിക്കേഷനും ഓർ കണ്ടിന്യൂസ് മൾട്ടിപ്പിൾ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ മൾട്ടിപ്പിൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരുപാട് ആട്രിബ്യൂട്ട്സിന്റെ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മെനിഫോൾഡ് ഓർ മൾട്ടിപ്പിൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു. അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ജെൻഡർ വൈസ് ക്ലാസിഫൈ ചെയ്തു, മെയിൽ ആൻഡ് ഫീമെയിൽ. ഇനി അഗെയിൻ മെയിലിനെ എഡ്യൂക്കേഷൻ വൈസ് ക്ലാസിഫൈ ചെയ്യാനും ഫീമെയിലിനെയും എഡ്യൂക്കേഷൻ വൈസ് ക്ലാസിഫൈ ചെയ്യാണ്. ദെൻ ഇറ്റ് ഈസ് എ മെനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്റർപ്രനേഴ്സിന് നമ്മൾ പ്രൈവറ്റ് സെക്ടർ എന്റർപ്രനേഴ്സ്, പബ്ലിക് സെക്ടർ എന്റർപ്രനേഴ്സിന് ഒരു ക്ലാസിഫൈ ചെയ്തു. അഗെയിൻ വിത്തിൻ പ്രൈവറ്റ് സെക്ടർ സ്മോൾ, മീഡിയം ആൻഡ് ലാർജ് എന്ന് ക്ലാസിഫൈ ചെയ്യും. ആൻഡ് വിത്തിൻ പബ്ലിക് ലാർജ്, മീഡിയം, സ്മോൾ എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ മെനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു വേരിയബിൾസ്. ഹിയർ ഡേറ്റ ആർ ക്ലാസിഫൈഡ് ടു സം ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്. Data are classified on the basis of quantitative characteristics such as age, height, weight, etc. are called variable wise classification. അതായത് നമ്മളുടെ ക്വസ്റ്റ്യനെയറിൽ കുറെ വേരിയബിൾസ് ഉണ്ട്. ഏജ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ദെൻ ഒക്യുപ്പേഷൻ, അങ്ങനെ പറയുന്ന ഒരുപാട് വേരിയബിൾസ് ഉണ്ടാവും. ആ വേരിയബിൾസിന്റെ ബേസിസിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു വേരിയബിൾസ്. അപ്പോൾ അത് പലതരത്തിൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസിനെ ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, അതിൽ ആദ്യത്തെ വരുന്നതാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ് ഉണ്ടാവാം, കണ്ടിന്യൂസ് വേരിയബിൾസ് ഉണ്ടാവാം. ദെൻ ഓക്കെ, അപ്പോൾ ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എന്താണ്, കണ്ടിന്യൂസ് വേരിയബിൾസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇഫ് ദ വേരിയബിൾസ് ക്യാൻ ടേക്ക് ഓൺലി എക്സാക്ട് വാല്യൂ ഇറ്റ് ഈസ് കോൾഡ് ഡിസ്ക്രീറ്റ് വേരിയബിൾ. അപ്പൊ എക്സാക്ട് വാല്യൂ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഏജ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏജിന്റെ അവർ തന്നിരിക്കുന്ന ആൻസർ 47. ഏജിന് എതിര് നമ്മളൊരു ബ്ലാങ്ക് കൊടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കോളം കൊടുത്തിട്ട് അവിടെ നമ്മുടെ ഏജ് എഴുതി. അപ്പൊ അവിടെ എന്താണ്, നമ്മുടെ ആക്ച്വൽ ഏജ് ആണ് നമ്മൾ അവിടെ റെസ്പോൺസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ 47 ആയിരിക്കാം, 50 ആയിരിക്കാം, 60 ആയിരിക്കാം. അങ്ങനെ എക്സാക്ട് വാല്യൂ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് അതിനെന്ത് പറയുന്നത്? ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, so discrete variable means arrangement of items in a group showing definite breaks from one point to another and are exactly measurable called discrete series അല്ലെങ്കിൽ discrete variables എന്നും പറയാം. ഓക്കെ, അതായത് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് അതിന്റെ ഒരു ഗ്രൂപ്പിൽ വരുമ്പോൾ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ വാല്യൂ എത്രയാന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഏജ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഏജ് 47, 46, 50, 15, 20 എന്ന് പറയുന്ന എക്സാക്ട് നമ്പേഴ്സ് നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു ഗ്രൂപ്പിൽ എത്ര 45 വയസ്സുകാരുണ്ട്, അതായത് നമ്മൾ ഏജ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ എത്ര 45 വയസ്സുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എത്ര 15 വയസ്സുള്ളവരുണ്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുമാതിരി അതെന്താണ്, അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള സീരീസ്, അങ്ങനെയുള്ള ഡേറ്റേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ക്രീറ്റ് വേരിയബിൾ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വേരിയബിൾസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ആ വേരിയബിൾ ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണോ, കണ്ടിന്യൂസ് വേരിയബിൾ ആണോ, ഇൻഡിവിജ്വൽ വേരിയബിൾ, അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ 3 സീരീസിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇൻഡിവിജ്വൽ സീരീസ് ഉണ്ടാവാം, ഡിസ്ക്രീറ്റ് സീരീസ് ഉണ്ടാവാം, കണ്ടിന്യൂസ് സീരീസ് ഉണ്ടാവാം. ഓക്കെ, ഇനി ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നത് ഈസ് വൺ ഇൻ വിച്ച് ഈച്ച് വാല്യൂ ഓഫ് ദ വേരിയബിൾ ഒക്കേഴ്സ് ഓൺലി ഇൻ വൺസ്. അപ്പോൾ ഒറ്റ തവണയാണ് ആ ഒരു പർട്ടിക്കുലർ സീരീസിൽ ആ വേരിയബിൾ വരുള്ളൂ, അല്ലെങ്കിൽ ആ വേരിയബിൾ വരുള്ളൂ എന്നുണ്ടെങ്കിലാണ് അതിനെ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു ഡിസ്ക്രീറ്റ് വേരിയബിൾ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസ് എന്താന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കണ്ടിന്യൂസ് വേരിയബിൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയാം. അതായത് കണ്ടിന്യൂസ് വേരിയബിളിനെ കണ്ടിന്യൂസ് സീരീസിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുന്നത് വൺ ഇൻ വിച്ച് ഡിഫറെന്റ് വാല്യൂസ് ഓഫ് ദ വേരിയബിൾ ആർ സ്റ്റേറ്റഡ് ഇൻ എ കണ്ടിന്യൂസ് മാനർ അലോങ് വിത്ത് ദ റെസ്പെക്റ്റീവ് ഫ്രീക്വൻസീസ്. എ കളക്ഷൻ ഓഫ് ഐറ്റംസ് which cannot be exactly measured but placed within the certain limit is called continuous variable. Okay, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏജ് തന്നെ എടുക്കുക. ഏജ് നമുക്ക് ഡിസ്ക്രീറ്റ് ആയിട്ട് എഴുതാം, അതായത് എക്സാക്ട് വാല്യൂ ആണ്. എക്സാക്ട് വാല്യൂ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സീരീസിൽ എത്ര ഏജ് എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതേസമയം അതൊരു കണ്ടിന്യൂസ് സീരീസ് ആണെന്നുണ്ടെങ്കിൽ എക്സാക്ട് നമ്പർ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. എക്സാക്ട് നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. കണ്ടിന്യൂസ് സീരീസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനേ പറ്റുള്ളൂ എന്താണ്
40 തുടങ്ങി 50 വയസ്സ് വരെ വരുന്ന റേഞ്ചിൽ ഉള്ള ഇത്ര പേരുണ്ട് എന്ന്. അതായത് 40 തുടങ്ങി 50 വയസ്സ് വരെ ഉള്ള ഏജ് ഗ്രൂപ്പിൽ 10 പേര് വരുന്നുണ്ട് എന്നുള്ളത്. രണ്ട് എത്ര 41 വയസ്സുകാരുണ്ട്, എത്ര 42 ഉണ്ട്, ഈ കണ്ടിന്യൂസ് സീരീസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അതായത് ഈ ഗ്രൂപ്പിൽ വരുന്ന 40 തുടങ്ങി 50 വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ളവരാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അതാണ് നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു സർട്ടൻ ലിമിറ്റിന്റെ അകത്ത് വരുന്ന ലിമിറ്റിന്റെ അകത്ത് വരുന്ന എത്ര പേരുണ്ടെന്നേ പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഇനിയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു വേരിയബിൾസിൽ ഡിസ്ക്രീറ്റ് വേരിയബിൾ ഉണ്ടാവും, കണ്ടിന്യൂസ് വേരിയബിൾസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത്ര കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. ഇപ്പോ ഇൻഡിവിജ്വൽ സീരീസിന്റെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, ഇൻഡിവിജ്വൽ സീരീസിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ റോൾ നമ്പർ ഏതാണ് 1 to 6, 1, 2, റോൾ നമ്പർ 1, റോൾ നമ്പർ 2, റോൾ നമ്പർ 3, 4 and 5. എന്നിട്ട് അവരുടെ മാർക്ക് ഏതാണ്, റോൾ നമ്പർ 1ന്റെ നേരെ 50, റോൾ നമ്പർ 2ന്റെ നേരെ 43, 3യുടെ നേരെ 80, 4ന്റെ നേരെ 60 എന്ന് പറയുമ്പോൾ എന്താണ് ഇതില് ഒറ്റ തവണ റിപ്പീറ്റ്, റോൾ നമ്പർ 1 ഒരു തവണയെ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതിനെ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റോൾ നമ്പർ 2, റോൾ നമ്പർ 3 എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. അവർക്ക് ഒരൊറ്റ മാർക്ക് ഉണ്ടാവുള്ളൂ, അവരുടെ ഒറ്റ തവണ ആ സീരീസിൽ ആ നമ്പർ ഉണ്ടാവുള്ളൂ, ആ മാർക്ക് ഒറ്റ തവണ ഉണ്ടാവുള്ളൂ. അതായത് 1ന് 50 മാർക്ക് എന്നുണ്ടെങ്കിൽ അത് ഒരു തവണയാണ് ആ സീരീസിൽ വരുന്നുള്ളൂ, അത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും വരുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സീരീസിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നത്. ദെൻ ഡിസ്ക്രീറ്റ് സീരീസിന്റെ എക്സാമ്പിൾ നോക്കാം. ഈ പറഞ്ഞ പോലെ മാർക്ക് 20 മാർക്ക്, 30 മാർക്ക്, 40 മാർക്ക്, 50 മാർക്ക്. അപ്പൊ നമ്മളിങ്ങനെ മാർക്ക് ഒരു മാർക്കിന്റെ സീരീസ് ആണ്. അപ്പൊ 20 മാർക്കുള്ള എത്ര പേരുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് 20ന്റെ നേരെ 5. ഇനി 30 മാർക്കിന്റെ നേരെ 30 മാർക്കുള്ള എത്ര പേരുണ്ട്, 6 പേര്. അങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതേസമയം കണ്ടിന്യൂസ് സീരീസ് ആണെന്നുണ്ടെങ്കിൽ മാർക്ക് സീരീസ് നോക്കാം. അതിൽ നമ്മൾ കണ്ടിന്യൂസ് സീരീസ് ആണ്. അപ്പൊ എങ്ങനെയാണ് 0 to 20 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ദെൻ 20 to 40 എന്ന് പറയുന്ന അടുത്ത ഗ്രൂപ്പ്, 40 to 60 എന്ന് പറയുന്ന അടുത്ത ഗ്രൂപ്പ്, 60 to 80 എന്ന് പറയുന്ന ഗ്രൂപ്പ്. അപ്പോൾ ഒരു സീരീസിൽ കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെ 0 to 20, 20 to 40, 40 to 60, 60 to 80 എന്ന് പറയുന്ന ഇതാണ്. അപ്പൊ അതിന്റെ അകത്ത് 0 to 20 എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ എത്ര, ആ 0 to 20 എന്ന് പറയുന്ന ആ മാർക്കിന്റെ ഗ്രൂപ്പിൽ എത്ര പേർക്ക് ഇന്റർവ്യൂവിൽ മാർക്ക് കിട്ടിയിട്ടുണ്ട്, 5 പേർക്ക്. 20 തുടങ്ങി 40 വരെ മാർക്ക് കിട്ടിയ ആ ഒരു ക്ലാസിഫിക്കേഷൻ അത് ഗ്രൂപ്പിന്റെ അകത്ത് ലിമിറ്റിന്റെ അകത്ത് മാർക്ക് കിട്ടിയ എത്ര പേരുണ്ട്, 10 പേരെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ 10 പേർക്ക് എത്ര പേർക്ക് 21 ഉണ്ടോ, അതിലെന്താണ് 21 ഉള്ളവരുണ്ടാവും, 22 ഉണ്ടാവാം, 32 ഉണ്ടാവാം, 38 ഉണ്ടാവും. അങ്ങനെ പല റേഞ്ചിൽ മാർക്ക് കിട്ടിയ ആൾക്കാർ ഏതിലുണ്ടാവും, 20 to 40 എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ ഉണ്ടാവാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എക്സാക്ട് എത്ര മാർക്ക് കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് 10 കുട്ടികൾക്ക് 20 തുടങ്ങി 40 വരെ റേഞ്ചിലാണ് മാർക്ക് കിട്ടിയേക്കുന്നത് എന്നാണ് ഇതിൽ പറയാൻ പറ്റുള്ളൂ, കണ്ടിന്യൂസ് സീരീസിൽ പറയാൻ പറ്റുള്ളൂ. അതേസമയം ഡിസ്ക്രീറ്റ് സീരീസിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം 30 പേർ 6 കുട്ടികൾക്ക് 30 മാർക്ക് കിട്ടിയേക്കുന്നതെന്ന് കൃത്യമായിട്ട് അവരുടെ മാർക്ക് എത്രയാണെന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതേസമയം കണ്ടിന്യൂസ് സീരീസിൽ പറ്റില്ല. നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ, 10 സ്റ്റുഡൻസിന് 20 തുടങ്ങി 40 വരെയുള്ള മാർക്കിന്റെ റേഞ്ചിലാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഡിഫറൻസ് മനസ്സിലാക്കുക, എന്താണ് ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ് എന്നുള്ളത്. നിങ്ങൾ ന്യൂമറിക്കൽ സ്കില്ലിൽ ഇത് പഠിച്ചിട്ടുള്ളതാണ്, ഈ കൂടി ഒന്നുകൂടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ നടത്തുമ്പോഴും നമ്മളുടെ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഹോമോജിനിറ്റി ഉണ്ടാവണം, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആയിരിക്കണം. അതിൽ തോന്നി പോലെ ഒന്നും ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നടത്തരുത്. മീനിങ് ഫുൾ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്, ഹോമോജിനിറ്റി ഉണ്ടായിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് നമ്മൾ എന്താണ് എഡിറ്റിംഗ് പറഞ്ഞു, കോഡിംഗ് പറഞ്ഞു, ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ടാബുലേഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ഡാറ്റ പ്രോസസിംഗ് ഈസ് ടാബുലേഷൻ. അതിൽ പേരിൽ തന്നെയുണ്ട് ടാബുലേഷൻ എന്ന് പറയുന്നത്. എന്താണ് ടാബുലേഷൻ എന്ന് പറയുന്നത്? നമ്മളുടെ കയ്യിലുള്ള ക്ലാസിഫൈ ചെയ്ത ഡാറ്റ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. ആ ഡാറ്റേനെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുക, റോസ് ആൻഡ് കോളത്തിൽ അറേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ടാബുലേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് it is an orderly arrangement of data in rows and columns or
മെഷർമെന്റ് ഓഫ് ഡേറ്റ ഇൻ കോളംസ് ആൻഡ് റോസ് ഈസ് നോൺ എസ് ടാബുലേഷൻ. നമ്മുടെ കയ്യിലുള്ള ഡേറ്റയെ വൃത്തിയായിട്ട് ടേബിളും റോസുമായിട്ട് ക്ലാസിഫൈ ചെയ്ത് എടുക്കുന്നതിനെയാണ്, അതായത് നമ്മുടെ കയ്യിലുള്ള ഡേറ്റ റോ വൈസും ടേബിൾ വൈസും അറേഞ്ച് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താണ് ടാബുലാർ ഫോമിൽ കിട്ടുന്ന ഡേറ്റ നമുക്ക് ഒറ്റയടിക്ക് തന്നെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നോക്കുന്ന ആൾക്ക് പെട്ടെന്ന് തന്നെ, അതായത് ജെൻഡറിന്റെ ഒരു കോളം എന്താണ് ഒരു റോയില് നമ്മൾ മെയിലും ഫീമെയിൽ എന്ന് പറഞ്ഞ് 2 കോളം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ജെൻഡർ മെയിൽ 24 പേര് ഫീമെയിൽ 54 പേര് കണ്ടുപിടിക്കാം. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ SLC to PG എന്ന് പറയുന്ന 5 ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കൃത്യമായിട്ട് എത്ര പേര് പ്രീ ഡിഗ്രി പാസ്സായവരുണ്ട്, എത്ര പേര് ഡിഗ്രി ഉണ്ട്, എത്ര പേര് PG ഉണ്ട്, എത്ര പേര് ഡിപ്ലോമ ഉണ്ട്, അതർ പ്രൊഫഷണൽ കോഴ്സ് ഉണ്ട് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ ടാബുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ടാബുലേഷൻ്റെ അകത്ത് പല ടൈപ്പിൽ നമുക്ക് ഡേറ്റ പ്രസന്റ് ചെയ്യാം. അതായത് ടേബിൾ തന്നെ പല തരത്തിലുണ്ട്. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, ഒരു റോയുള്ള ടേബിൾ ഉണ്ടാവും, 5 or 10 റോയുള്ള ടേബിൾ ഉണ്ടാവും, 4-5 കോളംസ് ഉള്ള ടേബിളുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ പലതരത്തിലും നമുക്ക് ഡേറ്റ ടേബിൾ ആൻഡ് കോളമായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെ കുറിച്ചിട്ട് നമുക്കിനി കാണാം ഏതൊക്കെ തരം ടേബിളുകൾ ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോ ആദ്യത്തെ ടേബിൾ ആണ് സിമ്പിൾ ടേബിൾ. അപ്പൊ എന്താണ് സിമ്പിൾ ടേബിൾ എന്ന് നോക്കാം. ഓക്കെ, ഇൻ സിമ്പിൾ ടേബിൾ ഡേറ്റ ആർ പ്രസന്റഡ് ഓൺലി ഫോർ 1 വേരിയബിൾ ഓർ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു വേരിയബിളോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സോ മാത്രം വെച്ചിട്ട് നമ്മൾ ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നതിനാണ് സിമ്പിൾ ടേബിൾ എന്ന് പറയുന്നത്. എനി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ സിംഗിൾ വേരിയബിൾ ഈസ് എ സിമ്പിൾ ടേബിൾ. അതായത് ഒരു ടേബിൾ വെച്ച് മെയിൽ എന്ന് പറയുന്ന ഒരു കോളം നമ്മൾ വരച്ചു, ദെൻ അതിന്റെ അപ്പുറം എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ് സിമ്പിൾ ടേബിൾ ആണ്. മെയിൽ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നമ്പർ എഴുതി, അപ്പോൾ അതൊരു സിമ്പിൾ ടേബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഒറ്റ വേരിയബിൾ അല്ലെങ്കിൽ മെയിലും ഫീമെയിലും എന്ന് പറഞ്ഞു കൊടുത്തു, എന്നിട്ട് അതിന്റെ നേരെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എഴുതി, അതും എന്താണ് സിമ്പിൾ ടേബിൾ ആണ്. അതേസമയം കോംപ്ലക്സ് ടേബിളുകളുണ്ട്. കോംപ്ലക്സ് ടേബിൾ 2 or more characteristics are shown. If the study is related to more than 2 variables, it is called multivariate analysis. There may be of the following tables. Okay, അപ്പോൾ കോംപ്ലക്സ് ടേബിൾ ആണെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്യാരക്ടറിസ്റ്റിക്സും അതിന്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെ കാണിച്ചിട്ടുള്ള ടേബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോംപ്ലക്സ് ടേബിൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നിൽ കൂടുതൽ വേരിയബിൾസിന് നടത്തുന്ന അനാലിസിസിനെയാണ് മൾട്ടിവേരിയേറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇനി വരുന്നുണ്ട് എന്താണ് യൂണിവേരിയേറ്റ്, എന്താണ് ബൈവേരിയേറ്റ്, എന്താണ് മൾട്ടിവേരിയേറ്റ് അനാലിസിസ്. ഇനി ഇത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് ഒന്നും എന്നാലും പറയാം, നിങ്ങൾ ഓർത്തിരിക്കാതെ ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നതാണ്. ഒരു വേരിയബിളിനെ കുറിച്ചിട്ട് സ്റ്റഡി നടത്തുകയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിവേരിയേറ്റ് അനാലിസിസ് ഓഫ് എ സിംഗിൾ വേരിയബിൾ. അതേസമയം ഒന്നിൽ കൂടുതൽ വേരിയബിൾസിനെ നമ്മൾ സ്റ്റഡി നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ, അതായത് 2 or 2-ലധികമോ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൾട്ടിവേരിയേറ്റ് അനാലിസിസ് എന്നെല്ലാം പറയും. ഓക്കെ, അത് നമുക്ക് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ കോംപ്ലക്സ് ടേബിൾ തന്നെ പലതരത്തിലുള്ള കോംപ്ലക്സ് ടേബിളുകൾ ഉണ്ട്. ഏതെങ്കിലും രീതിയിൽ വരാം, 1 way ടേബിൾ ആയിട്ട് വരാം, 2 way ടേബിൾ ആവാം, 3 way ടേബിൾ ആവാം, മെനിഫോൾഡ് ടേബിൾ ആവാം, അങ്ങനെ പലതരത്തിൽ എന്താണ് കോംപ്ലക്സ് ടേബിളുകൾ വരാം. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം എന്താണ് 1 way ടേബിൾ എന്നുള്ളത് നോക്കാം. This is the simplest type of table in which data are presented according to 1 characteristics. ഈ 1 way ടേബിളിൽ തന്നെ നമുക്ക് സിമ്പിൾ ടേബിൾ എന്നും കൂടി പറയാം. അതായത് ഒരൊറ്റ ക്യാരക്ടറിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ട് മാത്രമാണ് നമ്മളിവിടെ ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതാണ് ഒന്നുകൂടി ശ്രദ്ധിക്കാൻ. This is the simplest table in which data are presented according to 1 characteristics. ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ട് മാത്രമാണ് ആ വേരിയബിളിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് ആ ടേബിൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഏജ് എന്ന് പറയുന്ന കോളം. ആ കോളത്തിന്റെ താഴെ കുറെ റോ ഉണ്ട്. ബിലോ 30, 30 to 40, 40 to 50, 50 to 60 എന്ന് പറയുന്ന കുറെ റോസ്. ദെൻ രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് നമ്പർ ഓഫ് എംപ്ലോയീസ്. അപ്പൊ 2 കോളാണ് അവിടെ വരുന്നത്. ആദ്യത്തെ കോളം ഏജ് എന്ന് പറയുന്ന കോളം, പിന്നത്തെ കോളം നമ്പർ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്ന കോളം. ഇനി റോസ് വരുന്നതിനാണ് ഏജിന്റെ താഴെ ബിലോ 30, 30-ല് 20 പേര് നമ്പർ ഓഫ് എംപ്ലോയീസ്, 30 to 40-ല് 30 പേര് വരുന്നുണ്ട്, 40 to 50-ല് 22 പേര് വരുന്നുണ്ട്, 50 to 60-ല് 18 പേര് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്
ഏജ് എന്ന് പറയുന്ന ഒരൊറ്റ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ് നമ്മൾ ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത്. അവിടെ 2 കോളേ ഉള്ളൂ. പിന്നെ എത്ര ക്ലാസിഫിക്കേഷൻ്റെ അതനുസരിച്ചിട്ട് റോസിന്റെ നമ്പറിൽ വ്യത്യാസം വരും. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവിടെ ഒരൊറ്റ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് ഏജ് എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ് ടേബിൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ വൺ വേ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ